20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സിന്. 20 മാർക്ക്. റാങ്ക് നിർണ്ണയിക്കുന്ന മാർക്കാണ് 8 മാർക്ക്. ഓക്കെ, അതുകൊണ്ട് 5 മാർക്കിന്റെ കാര്യം ഏകദേശം നമ്മൾ ഗ്യാരണ്ടി പറയുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ലാസ്റ്റ് പറയാമെന്ന് വെച്ചതാണ്. മുഴുവനായിട്ട് കാണുന്നവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. (2025) CPO WCPO പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുന്ന സമയത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, എങ്ങനെയാണ് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യുക, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും എന്നതിനെ പറ്റിയൊക്കെയുള്ള ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ലേറ്റ് ആയോ എന്ന് ഒരു തോന്നലുണ്ടാവും. ലേറ്റ് ആയിട്ടില്ല. ഇനി തൊട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും ലേറ്റ് ആയിട്ടില്ല. ഒരു ദിവസം ഒരു 7 മണിക്കൂർ, അത് നിങ്ങളുടെ സമയം പോലെ ഒരു 7 മണിക്കൂർ ഒരു ആവറേജ് സ്റ്റുഡൻറ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് CPOയുടെ എക്സാം പാസ്സാവാൻ പറ്റും. അപ്പോൾ പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നതിന് ഉത്തരം അതെ, പോസിബിൾ ആണ്. അത് നിങ്ങൾ വിചാരിക്കണം, മറ്റാരും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള എക്സാം എനിക്ക് പാസ്സാവണം, അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത് പോസിബിൾ ആണ്. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ പാസ്സാവും, എങ്ങനെ പഠിക്കും ചോദിച്ചാൽ സിലബസ് മനസ്സിലാക്കണം. എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. അതിനെന്തറിയണം? സിലബസ് അറിയണം. സിലബസ് നോക്കുന്ന സമയത്ത് അന്ന് സിലബസ് മൊത്തം എടുത്ത് വെച്ച് പഠിക്കാന്ന് വിചാരിച്ചാൽ എളുപ്പത്തിൽ നടക്കോ? ഒരുപാട് വൈഡ് ആയിട്ടുള്ള സിലബസാണ്. കണ്ടില്ലേ എത്ര സിലബസാ. ഇത് ടോപ്പിക് മാത്രമാണ്, സബ്ജക്റ്റിന്റെ പേര് മാത്രമാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സിലബസ് ഇതിലും വലുതായിരിക്കുമല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിലബസ് ടോപ്പിക്സ് ആദ്യം കവർ ചെയ്യുക. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ കൂടുതൽ മാർക്കും ടോപ്പിക്കിന്റെ എണ്ണം കുറവുള്ളതായിട്ടുള്ള സബ്ജക്റ്റ് ആദ്യം കവർ ചെയ്യുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്നതാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. 20 മാർക്ക് പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സിനാണ്. അപ്പൊ എങ്ങനെയാ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുക, എന്തൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്സിലുള്ളത് നോക്കുന്ന സമയത്ത് കണ്ടോ, 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സിന്. 20 മാർക്ക്. 20 മാർക്കിൽ നമുക്കൊരു 18 മാർക്ക് എന്തായാലും നമുക്ക് പിടിച്ചേ പറ്റൂ. പിടിക്കാം, അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 2 മാർക്ക് എന്തായാലും ചിലപ്പോൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. എങ്കിലും നമുക്കൊരു 20-ൽ 18 മാർക്ക് മതി. 20-ൽ നമ്മളെ ടാർഗറ്റ് 20-ൽ 18 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ തന്നെ. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന് സിലബസ് എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്, ടോപ്പിക്സ് ഉണ്ട്, ഈസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം ഈസിയിൽ നിന്ന് തുടങ്ങുന്നു. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 വിവരാവകാശ നിയമം, അത് കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുക. അതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്ലാസ്സിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങൾ കൃത്യമായി ആ ക്ലാസ് മുഴുവനായിട്ട് കേട്ടാലേ നിങ്ങൾക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നീട് പഠിക്കേണ്ട ഒന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട്. 2000 IT ആക്ട് ആണ് പിന്നീട് പഠിക്കേണ്ടത്. ഇതും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. 2 മാർക്ക്. ഇതിന് ഈ ഭാഗത്ത് 2 സിലബസ് പറഞ്ഞിട്ടുള്ളത് 2 മാർക്കാണ്, ഇതിനും 2 മാർക്കാണ്. അതേപോലെ തന്നെ പോസ്കോ ആക്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പോസ്കോ ആക്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പിന്നെ മാറിപ്പോകുന്ന കേസോ അങ്ങനത്തെ ഒന്നുമില്ല, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ചൊന്ന് മനസ്സ് വെച്ച് പഠിച്ചാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അതേപോലെ തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985, ഇതും ഒരു ആക്ട് ആണ്, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മള് സിവിൽ പോലീസ് ഓഫീസർ ആവാൻ വേണ്ടി പഠിക്കുന്നതാണ്. അപ്പോൾ കേരള പോലീസ് ആക്ട് 2011, ഇതും പഠിച്ചെടുക്കണം. ഓക്കെ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇനി വരുന്നതാണ് BSA, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നതാണ് BSA. BSA നമ്മൾ പഠിച്ചെടുക്കണം. BSAക്ക് 3 തൊട്ട് 2 മാർക്ക് വരെയാണ് വരിക. അപ്പൊ BSA നമ്മൾ പഠിച്ചെടുക്കണം. ഇനിയുള്ള ഈ 3 ടോപ്പിക്സ് ഇല്ലേ, അതായത് BSA, BNSS, ഈ 3 കാര്യങ്ങൾ കുറച്ച് സമയം എടുത്ത് നമ്മൾ പഠിച്ചെടുക്കും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അപ്പുറം ഇപ്പുറം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ കൂടെ BNSന്റെ കൂടെ IPC പഠിക്കണം, പിന്നെ ഇതിന്റെ കൂടെ CRPC പഠിക്കണം, ഇതിന്റെ കൂടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടും കൂടി പഠിക്കണം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് അത് പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, ഈ പറഞ്ഞ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മുഴുവൻ ക്ലാസ്സും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ, ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഓരോ ദിവസം ഓരോ വീഡിയോ വെച്ചിട്ട് ഒരു 20-30 മിനിറ്റുള്ള വീഡിയോ വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുകയും അതിന്റെ നോട്ടുകൾ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അത് പിന്നീട് വായിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് സെറ്റ് ആണ്. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഓക്കെ, നോട്ട് ഉണ്ടാക്കി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. നോട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും, PDF ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഇനി സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അത് ചെയ്യുക, അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഓക്കെ, ഇനി അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കേസായി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കേസ് റെഡിയായി. ഓക്കെ, ഇനി ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന 8 മാർക്കിനാണുള്ളത്. 8 മാർക്ക്, വളരെ വലിയ മാർക്കാണ് 8 മാർക്ക്. നിങ്ങളെ റാങ്ക് നിർണ്ണയിക്കുന്ന മാർക്കാണ് 8 മാർക്ക്. ഓക്കെ, അതുകൊണ്ട് ഭരണഘടന കൃത്യമായിട്ട് പഠിക്കുക. ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭരണഘടന നമുക്കറിയാം, ഇന്ത്യയിലെ ലോകത്തിൽ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുതാണ് ഇന്ത്യൻ ഭരണഘടന. ഇത് തേച്ച് നമുക്ക് പഠിക്കാൻ പറ്റും? ഇത് തേച്ച് പഠിക്കേണ്ട. നമുക്ക് നമ്മളുടെ സിലബസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ബാക്കിയൊന്നും വേണ്ട. ഈ വൈകിയ സമയത്ത് പ്രത്യേകിച്ച് ബാക്കിയൊന്നും വേണ്ട. അതുകൊണ്ട് ആദ്യം തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു 10-200 ചോദ്യോത്തരങ്ങൾ, 10-250 ചോദ്യോത്തരങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. അത് പഠിച്ചാൽ 2 ദിവസം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അതങ്ങ് തീരും. ഓക്കെ, പിന്നീടുള്ളതാണ് ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കണം. പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ഒരു 10-60 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പ്രിയാമ്പിൾ. അതും കിട്ടി. ഓക്കെ, പിന്നീട് പൗരത്വം. എന്താണ് പൗരത്വം? ഈ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഇന്ത്യൻ പൗരനാകണമെങ്കിലുള്ള ക്രൈറ്റീരിയാസ് എന്താണ്? എങ്ങനെയാണ് പൗരത്വം നഷ്ടമാവുന്നത്? അതുമായി ബന്ധപ്പെട്ട 2 ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ടെൻഷൻ ഒന്നും വേണ്ട, ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. മനസ്സുണ്ടായാൽ മതി. പഠിക്കണം എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. പിന്നെയുള്ള മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തിരിക്കുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകൾ, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നീടുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ, DPSP അല്ലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. അതും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ മൗലിക കടമകള്, പിന്നെ ഗവൺമെന്റിന്റെ ഘടകങ്ങള്, അതും എളുപ്പമാണ്, ഓർത്തിരിക്കാനൊക്കെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികള്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് ചോദിച്ചാൽ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഒരു ദിവസമല്ല, 1 മണിക്കൂർ എടുത്ത് നിങ്ങൾ ക്ലാസ് കേട്ട ശേഷം 1 മണിക്കൂർ ഒന്ന് ഇരുന്ന് പഠിച്ചാൽ തീരാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. ഇത്രയും ടോപ്പിക് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, പിന്നെ ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത് ഒരു തവണ ഇതിന്റെ ക്ലാസ് പൂർണ്ണമായിട്ടുള്ള ക്ലാസ്, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള CPO വേണ്ട മുഴുവൻ ക്ലാസ്സുകളും നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോ ഈ ക്ലാസ്സുകൾ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യും. ആ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണുക, അതിന്റെ നോട്ട് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ നോട്ട് ഉണ്ടാവും, അത് പഠിക്കുക. അപ്പോൾ അതുകൂടി ക്ലാസ് കണ്ട ശേഷം അതുകൂടി വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഭാഗത്തെ ഒരു 8 മാർക്കിൽ ഒരു 7 മാർക്ക് കൂടുതൽ, 7 കുറയാതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഷുവർ ആണ്. അപ്പോൾ ഈ സിലബസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. അതുകൊണ്ട് അതും കൂടി കാണുക. അപ്പോൾ അതുമായി 2 കാര്യങ്ങളായേ. അപ്പോൾ ഇപ്പൊ 28 മാർക്കിൽ പിന്നെ നമ്മളെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ 18ഉം 25 മാർക്കിന്റെ കാര്യം ഏകദേശം നമ്മൾ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണേ, ക്ലാസ് കണ്ട ശേഷം കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ 25 മാർക്കോളം നിങ്ങളുടെ കയ്യിൽ നിൽക്കും. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. 5 മാർക്കും ഉണ്ട്. ഈ 1, 2, 3, 4, 5, 6, 7 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്. ആദ്യം തന്നെ പഠിക്കാനുള്ളത്, എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് ഹരിത വിപ്ലവം. എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. വെറുതെ കഥ പഠിക്കുന്ന പോലെ പഠിക്കാം ഹരിത വിപ്ലവം. അതേപോലെ തന്നെ നീതി ആയോഗിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ വെച്ചാൽ, നീതി ആയോഗ് എപ്പോഴാണ് ഉണ്ടായത്, അതിന്റെ ഘടന എങ്ങനെയാണ്, അത് ഉണ്ടാക്കിയ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ നിലവിലുള്ള ചെയർമാൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നിലവിൽ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് പൊസിഷനിലുള്ള ആൾക്കാരുടെ പേര്, അത്ര മാത്രമേ പഠിക്കാനുള്ളൂ. എളുപ്പമാണ്. ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ ചെലവഴിക്കുമെങ്കിൽ
ഡിം ഈ പരിപാടി കഴിഞ്ഞു, നീതി ആയോഗിന്റെ പരിപാടി കഴിഞ്ഞു, പിന്നെ അത് നോക്കണ്ട. ഓക്കെ, പിന്നെ ഇത് പ്ലാനിംഗ് കമ്മീഷനാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് പഞ്ചവത്സര പദ്ധതികളാണ്. ഇപ്പോഴുള്ള PSC പരീക്ഷ നോക്കുന്ന സമയത്ത് പഞ്ചവത്സര പദ്ധതി ഒരുപാട് ചോദിക്കുന്നത് കാണുന്നുണ്ട്. 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. ഇത് ഒരുമിച്ച് പഠിക്കണ്ട, 12 ദിവസമായിട്ട് പഠിച്ചാൽ മതി, കുറേശ്ശെ കുറേശ്ശെ പഠിച്ചാൽ മതി. ഒരു പഞ്ചവത്സര പദ്ധതി, ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ ഒരു 20 മിനിറ്റ് വേണ്ട, അത്ര മാത്രമേ വേണ്ടൂ സമയം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ്, പിന്നെ ആ സമയത്തുണ്ടായ പ്രധാനമന്ത്രി ആരാണ്, പിന്നെ രാഷ്ട്രപതി ആരാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്, പിന്നെ കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അടുത്തതാണ് ഇന്ത്യയിലെ പ്രധാന ധനകാര്യ സ്ഥാപനങ്ങള്. പിന്നെയുള്ളതാണ് കാർഷിക വിളകളും പിന്നെ ധാതുക്കളെയും പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. അത് കൂടുതൽ ധാതുക്കൾ എവിടെയാണ്, കാർഷിക വിളകൾ എവിടെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എവിടെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്, ഏത് സെക്ടറാണ് കൂടുതൽ ഇന്ത്യയുടെ GDP കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്, അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അത് നോക്കുക. പിന്നെ ഒന്ന് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, അതും എളുപ്പമാണ്, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് കഥ പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റുന്ന കേസാണ്. അപ്പോൾ എത്രയായി, ധനതത്വശാസ്ത്രം. ഇതിൽ നിന്ന് നമുക്കൊരു 4 മാർക്ക് എന്തായാലും കിട്ടും. 4 മാർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ 4 മാർക്ക് കിട്ടും. അത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ 4 മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് എത്ര, 29 മാർക്കായി. ഔട്ട് ഓഫ് എത്ര, 33-ൽ 29 മാർക്കായി. 4 മാർക്കേ നമുക്ക് നഷ്ടപ്പെട്ടുള്ളൂ. 4 മാർക്ക് പോയി എന്നല്ല, 4 മാർക്കേ നമ്മൾ കുറച്ച് കണ്ടിട്ടുള്ളൂ. 29 മാർക്കോളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം മാത്രം പറയുന്നേ, പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എത്രയും 4 മാർക്കാണ് ജീവശാസ്ത്രത്തിനും പൊതുജനാരോഗ്യത്തിനും ഉള്ളത്. ഇതിൽ എളുപ്പമാണ്. ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത്, ബയോളജി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം പഠിക്കേണ്ടത് രോഗകാരികൾ, അത് പഠിക്കുക. വൈറസ് രോഗങ്ങളുണ്ട്, ബാക്ടീരിയ രോഗങ്ങളുണ്ട്, ഫംഗസ് രോഗങ്ങളുണ്ട്, അങ്ങനത്തെ കുറച്ച് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളും അതിന്റെ രോഗകാരികളുടെ പേരും പഠിക്കുക. പിന്നെ ഇതെങ്ങനെയാ പകരുന്നതെന്നും കൂടി കാര്യങ്ങളോട് പഠിക്കുക. അത് ഏത് ജീവിയാണ് പകർത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കുക. പിന്നെ വിറ്റമിൻസിനെ കുറിച്ചിട്ട് പഠിക്കുക. വിറ്റമിൻസ്, അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതും കൂടി നോക്കി വെക്കുക. പിന്നെ വിറ്റമിൻ കെ, വിറ്റമിൻ എ, അങ്ങനെ പറഞ്ഞ വിറ്റമിൻസ് ഉണ്ട്. അതിന്റെ ശാസ്ത്രീയ നാമം കൂടി പഠിച്ചു കൊടുക്കുക. ഓക്കെ, വിറ്റമിൻ എ, റെറ്റിനോൾ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ. ഓക്കെ, അതേപോലെ കേന്ദ്ര സർക്കാരും പാസ്സാക്കുന്ന ആരോഗ്യ പദ്ധതികൾ അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതികൾ പഠിക്കുക. ഒരു 33 പദ്ധതികൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു 30 എണ്ണം പഠിച്ചാൽ മതി. 30 പദ്ധതികളുണ്ട്, ആ പദ്ധതികൾ പഠിച്ചാൽ മതി. ഓക്കെ, മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവ്. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ പഠിച്ച ശേഷം അവസാനമായിട്ട് പഠിക്കേണ്ടതാണ് മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവുകൾ. ആദ്യം നമ്മൾ തലച്ചോറ് പഠിക്കുക, അല്ലെങ്കിൽ മസ്തിഷ്കം പഠിക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് നാഡീ വ്യവസ്ഥ പഠിക്കുക. പിന്നെ ഹൃദയത്തിന്റെ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ വൃക്ക, കരള്, പിന്നെ ദഹന വ്യവസ്ഥ, പിന്നെ ഏതാ പഠിക്കാനുള്ളത്, അസ്ഥി വ്യവസ്ഥ. ഇത്രയും കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇത് പഠിച്ച ശേഷം മാത്രം, ആദ്യത്തെ 3 കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രം ഇത് പഠിക്കുക. ഓക്കെ, അപ്പോ ഇതിലൊരു 3 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ലഭിക്കുന്നതാണ്. അപ്പോ അടുത്ത കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത്, ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ്. 40 മാർക്ക്. ഇവിടെ 40 മാർക്കാണ് വരുന്നത്. 40 മാർക്ക്. ഇത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു അതുപോലെ ആയിരിക്കും നിങ്ങൾ പാസ്സാകുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരെ തീരുമാനിക്കുന്നത്. ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, കറണ്ട് അഫയേഴ്സ് ആണ്. ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ ഏതൊക്കെ കറണ്ട് അഫയേഴ്സാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 2024 തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അപ്പോൾ ഇതെങ്ങനെ പഠിക്കും ചോദിച്ചാൽ, ഇതിനൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ ബുക്കിൽ വളരെ നല്ല ബുക്കാണ്. പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കുന്ന പോലെയല്ല. ആദ്യം സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മുഴുവനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, പിന്നെ ആർട്സുമായി ബന്ധപ്പെട്ടത്, പിന്നെ സ്പേസ് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, പിന്നെ സിനിമ, അങ്ങനെ കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി
2024 കറണ്ട് അഫയേഴ്സ് മുഴുവൻ പഠിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അതിനുശേഷം എത്ര വരെ പഠിക്കണം എന്ന് ചോദിച്ചാൽ 2025 ഏപ്രിൽ വരെയുള്ള കാര്യങ്ങൾ, ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇനി 2025 കറണ്ട് അഫയേഴ്സിന് എവിടെ പോകും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പേടിക്കണ്ട. ഇനി ഓരോ മാസം അവസാനവും പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു സിംഗിൾ PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ഒരുപാട് ടെലിഗ്രാം ചാനലുണ്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട്, അതിലും കിട്ടുന്നതാണ്. അത് വേണമെങ്കിൽ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു മാസാവസാനം ഇനി കറണ്ട് അഫയേഴ്സ് ഇടുന്നതാണ്. ഇനി ഫെബ്രുവരി മാസാവസാനം ആവുന്ന സമയത്ത് ഫെബ്രുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ഇടും. മാർച്ച് ആവുന്ന സമയത്ത് മാർച്ച് ഇടും. ഏപ്രിൽ ആവുന്ന സമയത്ത് ഏപ്രിൽ ഇടും. അതിന് മുന്നോടിയായിട്ട് ജനുവരി ഇടും. ഓക്കെ, ഇപ്പൊ 2025 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ. ഇതിൽ നിന്ന് 10 മാർക്കും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു 5 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 5 മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷെ അടുത്ത നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഏത്? മാത്തമാറ്റിക്സും റീസണിങ്. ഇതിൽ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. 10 മാർക്ക് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. വേറെ ഒന്നും ബുദ്ധിമുട്ടില്ല. ഒരു പിന്നെ ദിവസവും ഒരു ടൈം ടേബിൾ ആക്കി, അല്ലെങ്കിൽ ദിവസവും ഒരു പ്രത്യേക സമയം അതിന് കൊടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുറത്ത് എവിടെയും പോവില്ല. നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മാത്സിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് 9 ശരി മാത്രമേ കിട്ടിയുള്ളെങ്കിൽ പേടിക്കേണ്ട. ബാക്കി എല്ലാവർക്കും അത്രേ കിട്ടും. അതുകൊണ്ട് അത് നിങ്ങളെ റാങ്കിനെ എഫക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി ദിവസവും പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് 10 മാർക്ക് തന്നെ ലഭിക്കും. ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചാൽ, ഇനി മാത്സുമായി ബന്ധപ്പെട്ട മാത്സ് എങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ ദിവസവും ഒരു ടോപ്പിക്കിൽ, ഇപ്പോൾ LCM HCF ആണെങ്കിൽ LCM HCFുമായി ബന്ധപ്പെട്ട മാത്സിന്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കായിട്ട് അപ്ലോഡ് ചെയ്യും. ഡെയിലി പഠിക്കണം എന്നുള്ള മൈൻഡുള്ള ഒരാൾക്ക് അത് പഠിച്ചു പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും നോട്ട്സ് അപ്ലോഡ് ചെയ്യും. അത് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്യും. അത് ചെയ്ത് നോക്കുക. അത് വർക്കൗട്ട് ചെയ്യുക. ദിവസം ചെയ്യുന്ന സമയത്ത് ഉറപ്പാണ് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ 10 മാർക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് 2 തവണ റിവിഷൻ ചെയ്യാനുള്ള സമയം കൂടി കിട്ടും. ഓക്കെ, ഇനിയുള്ളതാണ് ജനറൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് നമ്മളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമ്മൾ കയറിയിട്ട് അറിയുമെന്ന് തോന്നും. നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ഓപ്ഷൻസ് കാണുമ്പോൾ ഇതായിരിക്കും ശരിയെന്ന് തോന്നും. പക്ഷെ മിക്കവാറും അതായിരിക്കും തെറ്റായിട്ടുള്ള ആൻസർ. അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മളെ നെഗറ്റീവ് ഉണ്ടാക്കി തരാൻ സാധ്യത കൂടിയ ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഡെയിലി പഠിക്കേണ്ടതാണ്. ഒരു ടോപ്പിക്ക് പഠിച്ച് അവിടെ വെക്കാൻ പാടില്ല. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഡെയിലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ചോദിച്ചാൽ, അതും മാത്സ് പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് പറഞ്ഞു തരുന്ന മെറ്റീരിയൽസ് തരും. അത് നിങ്ങൾ കൃത്യം ആ ടോപ്പിക്ക് മാത്രം ആ ദിവസം പഠിച്ച് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് സിലബസ് 2 തവണ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ സിലബസ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളും ഓക്കെ ആയി. ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ആണ് ഇംഗ്ലീഷിന് ആവശ്യം. ഓക്കെ, അതേപോലെ തന്നെ പ്രാദേശിക ഭാഷ. പൊതുവെ എല്ലാവരും മലയാളമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. മലയാളത്തിന്റെ സിലബസ് നോക്കിയാൽ മനസ്സിലാവും, എളുപ്പമാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. പക്ഷെങ്കിൽ ഇതും മലയാളവും നമ്മളെ നെഗറ്റീവ് മാർക്ക് വാങ്ങിത്തരാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ശരിയാന്ന് വിചാരിച്ച മാർക്ക് ചെയ്യുന്നത് പലപ്പോഴും തെറ്റായിരിക്കും. അതുകൊണ്ട് മലയാളവും ഇംഗ്ലീഷും മാത്സും പഠിച്ച പോലെ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെയും ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അന്നത്തെ ദിവസം അത് കൃത്യമായി ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ മലയാളം ഓക്കെ. അങ്ങനെ മലയാളത്തിൽ ഇംഗ്ലീഷ് നമുക്ക് 10 മാർക്കൊന്നും മുഴുവനായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മാത്സിൽ നമുക്ക് 10 മാർക്കും പ്രതീക്ഷിക്കാം. നമ്മളത് കൈമിൽ വെക്കുന്ന കാര്യമാണ്. ജനറൽ ഇംഗ്ലീഷ് നമുക്ക് ഒരു 7 മാർക്ക് കിട്ടിയാൽ മതി. നെഗറ്റീവ് ഇല്ലാണ്ട് 7 മാർക്ക്. പിന്നെ മലയാളത്തിൽ ഒരു 7 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ ഓക്കെ. അപ്പൊ 7 7 14 24 29 മാർക്കായി അല്ലെ. ഇവിടെ 29 മാർക്കോളം നമുക്ക് ലഭിക്കും. 40 മാർക്ക് നമ്മൾ കൂട്ടണ്ട. 40 മാർക്ക് കിട്ടിയാൽ നല്ലത്, അത്രയേ ഉള്ളൂ. പിന്നെ 29 മാർക്ക് കിട്ടിയാൽ 40-ൽ 29 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 58-ന് മുകളിൽ മാർക്ക് ഏകദേശം നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞ പ്രകാരം പഠിക്കുകയാണെങ്കിൽ 58-ന് മുകളിൽ മാർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ.
ഇനി ഇത്രയും കാര്യങ്ങൾ ഒരു തവണ പഠിച്ച ശേഷം, ഒരു തവണ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇനി രണ്ടാമത്തെ സെഷനായിട്ട് നമ്മൾ നോക്കേണ്ടത് ചരിത്ര ഭാഗത്തേക്ക്. ഇനിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ ഭാഗത്തേക്ക് പോവുക. അല്ലാണ്ട് ആദ്യം തന്നെ ചരിത്രം എടുത്ത് വെച്ചൊന്നും നിങ്ങൾക്ക് ചരിത്രം തീരില്ല. ചരിത്രം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ 5 മാർക്ക് മാത്രമാണ് അതിലുള്ളത്. സിലബസ് വെച്ച് നോക്കുന്ന സമയത്ത് 5 മാർക്ക് ചെറിയ മാർക്കാണ്, അത്രമാത്രം വലിയ സിലബസ് ആണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ആഗമനം. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു തീർന്ന ശേഷം മാത്രം ഇതിലേക്ക് കയറിയാൽ മതി. ഓക്കെ, യൂറോപ്യന്മാരുടെ ആഗമനം. ആദ്യം അതിൽ ഈ ബ്രിട്ടീഷുകാരെ, ഏറ്റവും പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ കാര്യം നോക്കാം. ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായ യുദ്ധങ്ങൾ, അവരാരൊക്കെയായിട്ടാണ് സന്ധി ഉണ്ടാക്കിയത്, ആദ്യം ഉണ്ടാക്കിയ കോട്ട, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പിന്നെ കമ്പനി സ്ഥാപിച്ചത് എവിടെ, അങ്ങനെ കോട്ട സ്ഥാപിച്ചത് എവിടെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. പിന്നെ തിരുവിതാംകൂർ രാജവംശത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് 12 രാജാക്കന്മാരെ പറ്റി പഠിക്കാറുണ്ട്. ഈ 12 രാജാക്കന്മാരുടെ ഭരണകാലയളവും പിന്നെ ജനിച്ചതും മരിച്ചതും ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ 12 രാജാക്കന്മാരുടെ, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ 12 രാജാക്കന്മാരുടെ ഭരണ പരിഷ്കാരങ്ങളെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. മറ്റേത് പഠിച്ചു കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കേണ്ടത് കേരളത്തിലെ കലാപങ്ങൾ. ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നോക്കിയിരിക്കുക. ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണ്, അത് നോക്കുക. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആ സമയത്തുള്ള വൈസ്രോയ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുക, അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, ആ സമ്മേളനത്തിലെടുത്ത തീരുമാനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സമ്മേളനം നടക്കുന്ന സമയത്തെ പ്രസിഡന്റുമാർ, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതിനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ആ സമയത്തെ ഇന്ത്യയിലെ ഭരണാധികാരികൾ ആരൊക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഒന്ന് നോക്കേണ്ടതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നീടുള്ളതാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കേണ്ടതാണ്. ഒന്ന് ഫ്രഞ്ച് വിപ്ലവം നോക്കണം, അമേരിക്കൻ വിപ്ലവം നോക്കണം, റഷ്യൻ വിപ്ലവം നോക്കണം, രക്തരഹിത വിപ്ലവം നോക്കണം, ഐക്യരാഷ്ട്ര സംഘടന നോക്കണം, ചൈനയിലെ വിപ്ലവം നോക്കണം. ഈ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിലവിൽ രക്തരഹിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ് അതായിരുന്നു, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നോട്ടൊന്നും അതിന്റെ അവൈലബിൾ അല്ല, നിങ്ങൾ അതിന്റെ നോട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട നോട്ട്സ് പിന്നെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം എന്നീ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഭാഗം ഓക്കെ. ഇനി ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയിലേക്ക് കടക്കുന്നത്. ഇതൊക്കെ രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നതാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു തീർന്ന ശേഷം മാത്രമേ ഇതിലേക്ക് കയറേണ്ടതുള്ളൂ. അതിൽ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഫിസിക്സിൽ ആദ്യം തന്നെ നോക്കേണ്ടത് യൂണിറ്റും അളവുകളും നോക്കുക. പിന്നെ ലെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മിറർ ഫോർമുല, ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, സൈൻ കൺവേർഷൻ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഒന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഇതും കൂടി നോക്കുക. പിന്നെ അതിന്റെ കൂടെ സിമ്പിൾ ആയിട്ട് നോക്കേണ്ട ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻസ്, പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്, അതുകൂടി ഒന്ന് നോക്കി വെക്കുക. ഇനി കെമിസ്ട്രി നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നോക്കുന്ന സമയത്ത് ആറ്റം നോക്കുക, വാതക നിയമങ്ങൾ നോക്കുക, pH മൂല്യങ്ങൾ നോക്കുക, ലായനികളെ കുറിച്ചും പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്ത് നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത്. സമയമില്ലാത്തത് കൊണ്ടാണ് ആദ്യം തന്നെ നോക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കേണ്ട കാര്യമാണ് ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ച് പഠിക്കുക. എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ആദ്യം കിട്ടിയത്, 2023-24 ആർക്കൊക്കെ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ തൂലികാ നാമങ്ങളും അപരനാമങ്ങളും നോക്കി വെക്കുക. അത് കുറച്ചുണ്ട്, എന്നാലും ഒന്ന് നോക്കി വെച്ചാൽ മതി. അതിന്റെ നോട്ട് വേണമെങ്കിൽ ഗ്രൂപ്പല്ല, ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒളിമ്പിക്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഒളിമ്പിക്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് പഠിക്കുക.
ഓക്കെ, തണ്ണീർത്തട സംരക്ഷണ നിയമം അതൊന്ന് പഠിക്കണമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. സുപ്രധാന നിയമങ്ങളിൽ പെട്ടതാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം. അത് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ക്ഷേമ പദ്ധതികള്, ഭൂപരിഷ്കരണം, ദുരന്ത നിവാരണം ഇമ്പോർട്ടന്റ് ആണ്. ദുരന്ത നിവാരണ അതോറിറ്റി, കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ ഇതിന്റെ കീഴിൽ വരുന്നതാണ്. അതും ഒന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ സുപ്രധാന നിയമങ്ങൾ. ഇത് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാൻ പറ്റുമെന്ന് നോക്കാം. സമയമുണ്ടെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യാനാവുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ CPO എക്സാമിനായിട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്സ് കൊടുക്കുക, മലയാളത്തിന് കൊടുക്കുക, ജനറൽ ഇംഗ്ലീഷ്, പിന്നെ മാത്തമാറ്റിക്സ്, കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കാര്യം പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്കണോമിക്സ്. ചെറിയ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ, 5 മാർക്ക് ഉണ്ട്, അതുകൊണ്ട് വിട്ട് കളയരുത്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മുഴുവൻ ക്ലാസ്സും നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മുഴുവൻ ക്ലാസ്സും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ CPO പരീക്ഷയിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലാസ്റ്റ് പറയാമെന്ന് വെച്ചതാണ്, മുഴുവനായിട്ട് കാണുന്നവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താന്ന് വെച്ചാലേ CPO പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ദിവസവും രാത്രി അപ്ലോഡ് ചെയ്യും. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്താൽ ഒരു ചോദ്യം പേപ്പറിൽ 100 ചോദ്യങ്ങൾ ഉണ്ടാവും. 30 × 100 3000 ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കടന്നു വരും. അതിലൊരു 30 ചോദ്യം എന്തായാലും റിപ്പീറ്റ് ആയിട്ട് വരും, ഷുവറാണ്. ഒരു 30 ചോദ്യം, 3000 ചോദ്യം നോക്കിയാൽ 1% ചോദ്യം എന്തായാലും റിപ്പീറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് 30 മാർക്ക് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ കിട്ടും, ഷുവറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം സേഫ് ആയിട്ടുള്ള ഒരു 10-60 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് എന്തായാലും ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഷുവറാണ്. കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഇനി ആദ്യത്തെ 2 ദിവസം മോട്ടിവേഷൻ കയറിയിട്ട് പഠിക്കുക, പിന്നെ അങ്ങ് തളർന്നു പോവുക, അങ്ങനെ വേണ്ട. കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ദിവസം തൊട്ട് ഒരു 5 മണിക്കൂറാണ് പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കൺസിസ്റ്റൻസിയോട് കൂടി 5 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും പഠിച്ചാൽ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ആരും മടിമുറി വിചാരിക്കേണ്ട, സമയം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. കൃത്യമായിട്ട് പഠിച്ച് ഇനിയെങ്കിലും പഠിച്ചാൽ നേടാവുന്നതേ ഉള്ളൂ. യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ നമ്മൾ മെറ്റീരിയൽസ് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ ഇനേബിൾ ചെയ്ത് വെക്കണേ. അത് എനിക്ക് കുറച്ചൊരു ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.